കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനിടെ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി വരികയാണ്. വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. അജീഷ്, ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? ഈ SFI KSU പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ, അതോ പിരിഞ്ഞു പോയിട്ടുണ്ടോ? ഉന്മേഷ്, ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ SFI പ്രവർത്തകർ മാത്രമാണുള്ളത്. KSU പ്രവർത്തകരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു മഴ തോർന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ. കുറച്ച് മുമ്പ് വരെ വലിയ സംഘർഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ ക്യാമ്പസിൻ്റെ കവാടമാണ്. ഇതിനുള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് സെനറ്റ് ഹാൾ. ഇവിടെയായിരുന്നു വോട്ടെണ്ണൽ നടന്നിരുന്നത്. ഈ വോട്ടെണ്ണലിനിടയിലാണ് ഒരു സംഘർഷം തുടങ്ങുന്നത്. ഒരു തീപ്പൊരി വീണത് അപ്പോഴാണ്. ഒരു റിസർവേഷൻ സീറ്റിൽ 2 റിസർവേഷൻ സീറ്റിൽ KSU ജയിച്ചിരുന്നു. ഇതിനിടയിൽ വോട്ടെണ്ണൽ നടക്കുന്നതിനിടയിൽ 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു. അത് KSU പ്രവർത്തകർ എടുത്തു മാറ്റിയെന്ന് SFI ആരോപിക്കുന്നു. മറിച്ച് SFI ആണ് ഇലക്ഷൻ അട്ടിമറിക്കാൻ ഈ പേപ്പർ എടുത്തു മാറ്റിയതെന്ന് KSU ആരോപിക്കുന്നു. അങ്ങനെ വലിയ വാക്കുതർക്കമായി തുടങ്ങിയതാണ് പിന്നീട് പൊരിഞ്ഞ അടിയിലേക്ക് എത്തിയത്. ഈ സെനറ്റ് ഹാളിന് ഉള്ളിൽ ഒരു യുദ്ധക്കളം തന്നെയായിരുന്നു. കാരണം ഈ വിദ്യാർത്ഥികൾ, ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം ഈ കസേരകളൊക്കെ വിദ്യാർത്ഥികൾ പരസ്പരം എറിയുവാനായി വലിച്ചൊടിച്ചതാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ പരസ്പരം ഈ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരും KSU പ്രവർത്തകരും 2 ഭാഗങ്ങളിലായി നിന്ന് പരസ്പരം ഈ മേശയും കസേരയും ഒക്കെ തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ കമ്പുകൾ പരസ്പരം വാരി എറിയുകയായിരുന്നു. ഇതിനിടയിൽ പോലീസും മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. ചില പോലീസുകാർക്കും ഈ ഏറ് കൊണ്ടിരുന്നു. ചില മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിലൊക്കെ ക്യാമറയിലൊക്കെ ഈ കമ്പൊക്കെ ചെന്ന് കൊണ്ടിരുന്നു. അങ്ങനെ വലിയ സംഘർഷം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. KSUവിൻ്റെ എന്തായാലും KSU പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വാനിൽ നിലവിൽ സംഘർഷാവസ്ഥയ്ക്കായി വന്നിട്ടുണ്ട് എന്നാണ് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.